അപ്പുക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ പോകാനായിട്ട് റെഡിയായതാണേ. സ്കൂട്ടറിൽ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച മുടിയൊക്കെ ഇങ്ങനെ വലിയ ഭംഗിയൊന്നും ഇല്ലാണ്ട് തെന്നി കെട്ടിയിട്ടത്. കാരണം ഹെൽമെറ്റ് എടുത്ത് വെക്കണമല്ലോ. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് സീനു വന്ന് പറഞ്ഞ് ഞാനും വരാം, നമുക്ക് കാറിൽ പോകാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും കൂടി മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി. എൻ്റെ ഇപ്പോഴത്തെ ഈ മുടിയുടെ കോലം കാണുമ്പോൾ എപ്പോഴും വഴക്ക് പറയേ. കാരണം എനിക്കെന്തോ ഈ മുടി അളവിൽ കൂടുതൽ വളരുമ്പം വെട്ടണോ വേണ്ടേ, ഒന്ന് വെട്ടിക്കളയാന്നൊക്കെ തോന്നും. പോയി വെട്ടും. പക്ഷേ എല്ലാ പ്രാവശ്യവും തുമ്പ് മാത്രമാണ് വെട്ടുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വെട്ടിയപ്പം കുറച്ച് കൂടിപ്പോയി. ഇപ്പം അവിടുന്ന് ഇവിടുന്നും ഒക്കെ ആയിട്ട് വളർന്നു വരുന്നുണ്ട്. എല്ലാം കൂടി ലെവലായി സെറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ വളരും. ഈ കാണുന്നതാണ് ഞാൻ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളേ. 12 കൊല്ലം ഇവിടെ ആയിരുന്നു. വല്ലാത്ത നൊസ്റ്റുമൊക്കെ അടിക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാലം. ഈ കാണുന്ന സ്ഥലം എല്ലാവർക്കും ഇപ്പോൾ പരിചയമായിരിക്കും. കാപ്പിലാണ്. ഇവിടെ പഴയ പോലെ അല്ല, നല്ല ഡെവലപ്പായി വരുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകാരൊക്കെ വരുന്നുണ്ട്. പിന്നെ വൈകുന്നേരം നമുക്ക് വന്ന് ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വൈബ് അടിച്ചിരിക്കുക. ഇപ്പം നല്ലൊരു ആംബിയൻസ് ഉണ്ട് അവിടെ. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. വന്ന് ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറേ നേരം ഇവിടെ ഇരിക്കാറുണ്ട്. പിന്നെ അപ്പുറം കടൽ, ഇപ്പുറം കായൽ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടാണ് അപ്പൂൻ്റെ സ്കൂളിലേക്ക് പോവാറ്. പക്ഷേ സേനു വരാമെന്ന് പറഞ്ഞത് കാര്യമായി. അല്ലെങ്കിൽ ഈ ചൂടത്തും വെയിലത്തും പൊടിയൊക്കെ അടിച്ച് അപ്പൂനെയും കൂടി കൊണ്ട് വരുമ്പോൾ അവനും ടയർഡാവും, ഞാനും ടയർഡാവും. കാറിനുള്ളിൽ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ഇതാ സ്കൂളിലെത്തി. തലേ ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ സാധനത്തിന് ഞാൻ രാവിലെ വിട്ടത് ഇങ്ങനെയല്ല. ഷർട്ടൊക്കെ ഇൻ ചെയ്ത് പാൻറ്റൊക്കെ ഇട്ട് നല്ല മുടുക്കനായിട്ടാണ് വിട്ടത്. ഇപ്പോൾ ഇരിക്കുന്ന കോലം കണ്ടില്ല. അവൻ്റെ പാൻറ്റിലെന്തോ വെള്ളം എന്തോ വീണ് അത് മാറ്റിയെന്ന്. അങ്ങനെ വീട്ടിലെത്തി. ഞാൻ നല്ല ടയർഡായി. ബൈ.